മാനവികത ഉണർത്തുക എന്നത് സുന്നി സമൂഹത്തെ ഉദ്ദേശിച്ച് നേതാവിന് തോന്നിയ കുറ്റബോധമാണെങ്കിൽ, അതായത് ഞാൻ വളർത്തെടുത്ത ജനത മാനവികത എന്ന് പറയുന്നത് തൊട്ടു തീണ്ടാത്തവരാണ് എന്ന ബോധ്യമാണെങ്കിൽ സ്വാഗതം 1000 വട്ടം. അതല്ല, പൊതുജനങ്ങൾക്ക് മാനവികത ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ വകുപ്പില്ല ഉസ്താദ്, നിങ്ങൾക്ക് വകുപ്പില്ല, നിങ്ങൾക്കതിനുള്ള അവകാശമില്ല. കൊന്നും കൊലവിളി നടത്തിയും വെട്ടിനിരത്തിയും ടൈഗർ ബോയ്സ് രൂപീകരിച്ചും അതുപോലെ തന്നെ പല പേരിലും ജമിയത്തുൽ ഇഹ്സാനിയ രൂപീകരിച്ചും കൈവെട്ടിയും കൊന്നും ദിക്ർ ചൊല്ലിയും തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയും സ്റ്റേജ് കയ്യേറിയും മഹല്ലുകളിൽ ഫിത്നയുണ്ടാക്കിയും ജീവിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് അതിനുള്ള പാരമ്പര്യം, നിങ്ങൾക്കില്ല ഉസ്താദ് അങ്ങനെ ഒരു സമൂഹത്തെ വളർത്താനുള്ള പാരമ്പര്യം, നിങ്ങൾക്കില്ല ഉസ്താദ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് അങ്ങ് തിരുവനന്തപുരത്തിന്റെ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന പച്ചപ്പൻ കൈരളിയിൽ ഇത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഉസ്താദ്. നിങ്ങളൊരു വീണ്ടും വിചാരത്തിന് തയ്യാറാകണം ഉസ്താദ്. ഭീമാപ്പള്ളിയിൽ 27 കുടുംബങ്ങളെ ഊരുവിലക്കി തലയിൽ ഉറന്ന മുടിവെട്ടാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്ത സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിച്ച മകനെ പിടിച്ചടിച്ച് കഴിഞ്ഞ ദിവസം സ്വന്തം ഉമ്മാന്റെ മയ്യത്ത് സുന്നി പള്ളിയിലെ പ്രസിഡന്റിന്റെ ഭാര്യ മരിച്ച് ആ പ്രസിഡന്റിന്റെ 2 മക്കളിൽ ഒരാള് മുജാഹിദും ഒരാള് സുന്നിയും. സുന്നിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല. ഗൾഫിൽ നിന്ന് വന്ന മുജാഹിദായ മകൻ മയ്യത്ത് നിസ്കരിക്കാൻ ആരുടെ മയ്യത്ത്? നാട്ടുകാരുടെ മയ്യത്തല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മയ്യത്തല്ല, 10 മാസം നൊന്ത് പ്രസവിച്ച് വളർത്തിയ മാതാവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്ന സഹോദരനെ കോളറ പിടിച്ചു വലിച്ച് AP സുന്നികളുടെ ശൗര്യം കാണിച്ച് മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് പള്ളിയിൽ വെച്ച് നരനായാട്ട് നടത്തിയ നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം, നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികതയെ വിളംബരം ചെയ്യാനുള്ള അവകാശം. അതല്ല ചെയ്തു കൂട്ടിയ പാപക്കറകൾ കഴുകിക്കളയാനും, അതല്ല മുജാഹിദ് പ്രസ്ഥാനം ഭീകരവാദികളാണെന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യടി കിട്ടാനാണെങ്കിൽ ലോകം വിലയിരുത്തിയിട്ടുണ്ട് ഉസ്താദ് നിങ്ങളുടെ നടപടിക്രമങ്ങൾ. നിങ്ങൾ ആലോചിച്ച്, സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പങ്കെടുത്തവനെ കൊണ്ട് 280 രൂപ പേടപ്പിച്ചത് അങ്ങ് ഇന്തോനേഷ്യയിലല്ല, ഇറാഖിലല്ല, ഫലസ്തീനിലല്ല, ചെച്ചിനിയയിലല്ല, കോസ്റോവയിലല്ല, ലബനാനിലല്ല. പ്രിയപ്പെട്ടവരെ, സാംസ്കാരിക കേരളം എന്ന് വിളിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മൂക്കിന്നതായ ഭീമാപ്പള്ളിയുടെ മണ്ണിലാണ് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഉസ്താദ് നിങ്ങൾക്ക് അവകാശമില്ല മാനവികത ഉണർത്താൻ. പാല് വിറ്റ് ജീവിച്ച പാൽക്കാരന്റെ പാൽപാത്രത്തെ ചവിട്ടി താഴെയിട്ട് അവനോട് പാല് വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നവനെ പോലും എങ്ങനെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു മുജാഹിദായ പാൽക്കാരനോട് പാല് വാങ്ങിയാൽ അതിന്റെ പേരിൽ അവനെപ്പോലും പള്ളിമഹല്ലുകളിൽ നിന്ന് അംഗത്വം വിച്ഛേദിച്ച് കോടതി വരാന്തകളിൽ അതുപോലെ തന്നെ പലയിടങ്ങളിലും നിങ്ങൾ പറഞ്ഞില്ലേ ഉസ്താദ്, നിങ്ങളുടെ അനുയായികളെ കൊണ്ട് പറയിപ്പിച്ചില്ല ഉസ്താദ് മുജാഹിദുകൾ ഭീകരവാദികളാണെന്ന്. പരിശുദ്ധ റമദാനിന്റെ സുന്ദര രാത്രിയിൽ മുജാഹിദുകളുടെ വീട്ടിൽ വെച്ച് തറാവീഹ് നിസ്കരിച്ച മുജാഹിദുകളുടെ തലക്ക് ഇരുമ്പ് കൊണ്ടടിച്ച് അവിടെ തലച്ചോറ് പുറത്തു ചാടുമാറ് അവരാക്രമിച്ചവരെ ഗുണ്ടകളൊന്നല്ലാതെ സാംസ്കാരിക നായകന്മാരെന്ന് വിളിക്കാൻ ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയല്ല മുജാഹിദ് ബാലുശ്ശേരി എന്നതും അവിടെ ഭീമാപ്പള്ളിക്കാർ തിരിച്ചറിയട്ടെ. ഈ കേസറ്റ് നാളെ മനുഷ്യന്റെ മനസ്സുകളിൽ എത്തുമ്പോൾ അറിയുക, അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് അള്ളാഹുവിന്റെ ഭൂമിയിൽ ഭയപ്പെടില്ലടോ ഒരുത്തനെയും എന്ന പ്രഖ്യാപനമാണ് അമ്പിയാക്കളുടെ പ്രഖ്യാപനം. സത്യത്തിന്റെ സുന്ദരമായ ഭൂമികയിൽ നിന്ന് പാവപ്പെട്ടവനെ ചതിച്ചും വഞ്ചിച്ചുമുണ്ടാക്കിയ ദന്തഗോപുരങ്ങളിൽ, അംഗീകാരങ്ങളിൽ, സമ്പന്നതകളിൽ വിരാജിച്ച് നാടും നഗരവും ഇളക്കിമറിച്ച് ബോർഡ് വിപ്ലവങ്ങളും നടത്തി മനുഷ്യന്റെ മനസ്സിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായും വീണ്ടെടുക്കാമെന്ന് വിചാരിച്ച് മാനവികത പറയുന്നവരോട് നിങ്ങൾക്കില്ല ഉസ്താദ്, നിങ്ങൾക്ക് അവകാശമില്ല ഉസ്താദ് മാനവികത ഉണർത്താൻ. ഇല്ല, ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ബലിമൃഗത്തെ അറക്കേണ്ടതിന് പകരം EK സുന്നിയെ കൊന്നൊടുക്കിയ പിണങ്ങോടിന്റെ മണ്ണിൽ ഈ മാനവികത പറയാൻ ധൈര്യമുണ്ടോ ഉസ്താദ്? അതുപോലെ തന്നെ തന്റെ വിശ്വാസത്തിനെതിരെ ശബ്ദിച്ചു എന്ന കാരണം കൊണ്ട് പൗരാവകാശമനുസരിച്ച് അവനവൻ വിശ്വസിക്കുന്ന ആദർശത്തെ പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ ഒരു മനുഷ്യനെ എവിടെ കൊണ്ടുപോയ ആ ബോഡിയുടെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി വെച്ചു എന്ന് പോലും പറയാനാവാത്ത വിധം ചട്ടമ്പികളെ കൊണ്ട് കൊന്നൊടുക്കിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത ഉണർത്താനുള്ള അവകാശം നിങ്ങൾക്കില്ല. തീർന്നില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരനെയും മുജാഹിദ് പ്രവർത്തകനെയും തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച ഈ
ജമിയത്തുൽ ഇഹ്സാനിയ എന്ന് പറയുന്ന സംഘടനയെ നയിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാൻ? കണ്ണൂർ സിറ്റിയിലെ പള്ളി തകർത്ത് തരിപ്പണമാക്കുന്നതിൽ പങ്കെടുത്ത സഫാസ് എന്ന് പറയുന്ന വിയൂർ ജയിലിൽ കഴിയുന്ന തീവ്രവാദി എന്ന് കോടതി തെളിയിച്ച ആ സഫാസിന് ടൈഗർ സുന്നിയിൽ മെമ്പർഷിപ്പ് കൊടുത്ത നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം? എന്തിനധികം തടിയന്റെ നസീർ ടൈഗർ വോയിസ് പ്രവർത്തകനായിരുന്നെന്ന പത്രക്കട്ടിങ്ങുകളാണ് എന്റെ കൈകളിലുള്ളത്. നിങ്ങൾക്കില്ല ഉസ്താദ് നസീറിന് തീവ്രവാദത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയും പിന്നീട് അവനെ വെച്ച് ടൈഗർ സുന്നി വേദികളിൽ ക്ലാസ് എടുപ്പിക്കുകയും ചെയ്ത നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം? തീർന്നില്ല. അബ്ദുൽ നാസർ നായുധനിയെ കൊണ്ട് തീവ്രവാദ സംരംഭങ്ങളെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം? അതുകൊണ്ട് തന്നെ കേരളക്കരയിൽ നടത്തുന്ന മാനവികത എന്ന ഈ പൊറാട്ട് നാടകമുണ്ടല്ലോ, അത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ലബനാനി പെണ്ണിന്റെ മുടിയോ അല്ലെങ്കിൽ ജാലിയൻ ബാലന്റെ മുടിയോ ക്ലിക്ക് ചെയ്യാതെ പോയ കേരളത്തിന്റെ മണ്ണിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ രണ്ട് മുജാഹിദുകളെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കാൻ നടക്കില്ല ഉസ്താദ്. 1992 ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്ത് ഇന്ത്യയുടെ മതേതരത്വത്തിന് കത്തിവെച്ച ഡിസംബർ 6 മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സമ്മേളനം നടത്തിയ ഞങ്ങളുടെ സമ്മേളന മൈതാനത്തിന്റെ കോട്ട മൈതാനത്തിന്റെ കേന്ദ്രത്തിൽ കാരന്തൂർ മർക്കസിന്റെ മുമ്പിലെ പ്രസിൽ നിന്ന് രാമനും സീതയും ദൈവമല്ല, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, മുജാഹിദ് സമ്മേളനം എന്ന പോസ്റ്റർ എഴുതി ഹിന്ദുവിനെ കൊണ്ടും മുസ്ലിം മുജാഹിദിനെ കൊണ്ടും തല്ലിക്കാൻ ശ്രമിച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ AP സുന്നികളെ വിട്ട് മർക്കസിലെ സഖാവിമാരെ വിട്ട് നേതൃത്വം നൽകി സ്റ്റേജ് കയ്യേറ്റം നടത്തുന്ന പൊറാട്ട് നാടകത്തിന് നേതൃത്വം നൽകുന്ന നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത പറയാനുള്ള അവകാശം? മുജാഹിദികളുടെ പ്രസംഗവേദികൾ കൂക്കുവിളിച്ചും കയ്യേറിയും കല്ലെറിഞ്ഞും തലക്കെറിഞ്ഞു പൊട്ടിച്ചും അതുപോലെ സ്റ്റേജുകൾ പൊളിച്ചും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ പെർമിഷൻ കട്ട് ചെയ്തും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ മൗലികതയ്ക്ക് കടക്ക് കത്തിവെച്ച നിങ്ങൾക്കില്ല ഉസ്താദ് മാനവികത